പരിചയപ്പെടുത്താനായിട്ട്. എല്ലാവർക്കും വെൽക്കം ടു ചാനൽ. ഞാനിന്ന് വന്നേക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് നമ്പർ 4 ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഗോൾ ലിസ്റ്റ് എന്താണെന്ന് ആദ്യമേ അങ്ങ് നോക്കാം. ആകെ ഒറ്റ ഗോളേ ഉള്ളൂ, നമ്മൾക്ക് നമ്മുടെ അയൺ ആർമറിലോട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ഗെയിം പ്ലേ. അതിനായിട്ട് നമുക്ക് ആദ്യമേ നമ്മുടെ മൈനിങ് ഏരിയയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. കഴിഞ്ഞ എപ്പിസോഡിന് കാണാത്തവരാണെങ്കിൽ ചെറിയൊരു അപ്ഡേറ്റ് ഞാൻ തരാം. ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. മൈൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന എല്ലാ ബ്ലോക്സും നമ്മൾ ഇവിടെ തന്നെയാണ് വയ്ക്കാറുള്ളത്. ആൾസോ നമ്മുടെ ടൂൾസും ഇവിടെയാണ് വയ്ക്കാറുള്ളത്. അപ്പോൾ നമ്മൾ മൈനിങ്ങിന് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർമർ അങ്ങോട്ട് തിടണം. ഇല്ലെങ്കിൽ ഏതെങ്കിലും മോബ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ചത്തുപോകും നമ്മൾ. സോ നമ്മുടെ മൈനിങ് അങ്ങ് തുടങ്ങുവാണ്. അപ്പോൾ ഞാൻ ഫുള്ളി ഇങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടാൽ നിങ്ങൾ ചിലപ്പോൾ ബോറടിച്ച് പോകും. സോ നമ്മൾ മൈൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് അയൺ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ മൈനിങ്ങിൽ നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ അയൺ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒന്നല്ല, ഒന്ന് കൂടുതൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അങ്ങോട്ട് എടുത്തേക്കാം. അങ്ങനെ വീണ്ടും നമ്മൾ അയൺ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ അതും കൂടെ മൈൻ ചെയ്തെടുക്കുവാണ്. ഇതും കൂടെ മൈൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് എത്ര ടോട്ടൽ അയൺ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ നമ്മുടെ അയൺ ആർമർ അങ്ങ് ഉണ്ടാക്കിയേക്കാം. നമ്മളിപ്പോൾ നമ്മുടെ മൈനിങ് ഏരിയയുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ കിട്ടിയെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. നമുക്ക് കുറച്ച് കൊപ്പിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് കുറച്ച് ഡീപ് ലൈറ്റ് കൊപ്പിൾ സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്, ചപ്പ് കിട്ടിയിട്ടുണ്ട്, ഡേർട്ട് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ എല്ലാം കിട്ടിയിട്ടുണ്ട്. ആൾസോ നമുക്ക് 22 നമ്മുടെ അയണും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഫേണേഴ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് 22 അയണും അങ്ങ് സ്മെൽറ്റ് ചെയ്തെടുക്കാം. കൂട്ടത്തിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ അകത്ത് ഒരു 4 അയണും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ സ്മെൽറ്റ് ചെയ്ത് അങ്ങോട്ട് എടുക്കാം. നമ്മൾ നമ്മുടെ അയൺ എല്ലാം അവിടെ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അന്നേരം കൊണ്ട് നമുക്കിവിടെ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഫുഡ് എല്ലാം അങ്ങ് ഹാർവെസ്റ്റ് ചെയ്തേക്കാം. ബേസിക്കലി ഈ പൊട്ടറ്റോ ഇവിടെ ഫാം ചെയ്യുന്നതിന് എനിക്കൊരു താല്പര്യമില്ല. കാരണം സംടൈംസ് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നതിൽ നമ്മുടെ പോയിസണസ് പൊട്ടറ്റോയും കൂടെ വരും. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ അങ്ങനെ ഗ്രോ ചെയ്യുന്നതിന് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ക്യാരറ്റ് ആയിരിക്കും. ഇപ്പോൾ ക്യാരറ്റ് ഇവിടെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് പതുക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇനി നമുക്ക് നമ്മുടെ അയൺ അവിടെ എന്തായെന്ന് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ അയൺ എല്ലാം ഇവിടെ സ്മെൽറ്റായിട്ട് ഇരിപ്പുണ്ട്. 26 അയണുണ്ട്. 4 നമ്മുടെ ചെസ്റ്റിൻ്റെ അകത്ത് ഇരുന്നത്, 22 നമ്മൾ മൈൻ ചെയ്ത് ഇപ്പോൾ എടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ആർമർ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് അയൺ ഹെൽമെറ്റ് ഉണ്ടാക്കാം, ദെൻ അയൺ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാം, ദെൻ അയൺ ലെഗിൻസ് ഉണ്ടാക്കാം, ദെൻ അയൺ ഫൂട്ട് ഉണ്ടാക്കാം. ബട്ട് ഇത്രയും ഉണ്ടാക്കിയപ്പോൾ തന്നെ എൻ്റെ അയൺ എല്ലാം തീർന്നു. എന്തായാലും ടൂൾസ് ഉണ്ടാക്കാനുള്ളത് നമ്മുടെ അടുത്തില്ല. ഇനി നമുക്ക് നമ്മുടെ ഈ ലെതർ ആർമർ അങ്ങോട്ട് അഴിച്ചു വയ്ക്കാം.
എന്നിട്ട് അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അയൺ ആർമറിലേക്ക് റീപ്ലേസ് ചെയ്യാം. നമ്മൾ അയൺ ഹെൽമെറ്റ് ഇട്ടു, ചെസ്റ്റ് പ്ലേറ്റ് ഇട്ടു, ലെഗിൻസ് ഇട്ടു, ആൻഡ് ഫൂട്ടും ഇട്ടു. ഇപ്പോൾ നമ്മളെ കാണാൻ ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. ആൻഡ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ചാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.